മെയിനായിട്ടും 5 ഫ്രെയിം വർക്ക് ആക്ടിവിറ്റീസാണുള്ളത്. നമ്മൾ പഠിച്ച പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, പ്ലാനിങ്, മോഡലിംഗ്, കൺസ്ട്രക്ഷൻ ആൻഡ് ഡിപ്ലോയ്മെൻറ്റ്, ഈ 5 ഫേസുകളാണ് ഫ്രെയിം വർക്ക് ആക്ടിവിറ്റീസിലുള്ളത്. ഫസ്റ്റത്തെ സ്റ്റേജാണ് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഈ 5 മോഡലും ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ഒന്നുകൂടി പറയാം. കസ്റ്റമറുമായോ സബ്ജക്റ്റ് എക്സ്പേർട്ടുമായോ സംസാരിച്ചുകൊണ്ട് വേണ്ട റിക്വയർമെൻറ്റ്സ് ഗ്യാദർ ചെയ്യൽ, കളക്ട് ചെയ്യലാണ് കമ്മ്യൂണിക്കേഷനിൽ നടക്കുന്നത്. അതായത് പ്രൊജക്റ്റ് ഇനീഷ്യേഷനും റിക്വയർമെൻറ്റ് ഗ്യാദറിങ്ങുമാണ് അതിലുള്ള 2 സ്റ്റെപ്പ് കമ്മ്യൂണിക്കേഷനിലുള്ള. വാട്ടർഫാൾ മോഡലിൻ്റെ കേസിലാണ് നമ്മളിപ്പോൾ പറയുന്നത്. പ്രൊജക്റ്റ് ഇനീഷ്യേഷനും റിക്വയർമെൻറ്റ് ഗ്യാദറിങ്ങുമാണ് കമ്മ്യൂണിക്കേഷനിലെ മെയിനായിട്ടുള്ള 2 സ്റ്റെപ്പുകൾ. അതായത് പ്രൊജക്റ്റിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ്, കസ്റ്റമറിനോട് സംസാരിച്ച് കസ്റ്റമറിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക, അതിനനുസരിച്ചിട്ട് സബ്ജക്റ്റ് എക്സ്പേർട്ടുമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടവരുമായോ സംസാരിച്ചു കൊണ്ട് അത് ഒരു പ്രൊജക്റ്റിന് യോഗ്യമാണോ അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയറിന് യോഗ്യമാണോ എന്നുള്ളത് മനസ്സിലാക്കുക. അതിനനുസരിച്ച് അതിന് വേണ്ട റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ട റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതിനുള്ള റിസോഴ്സുകൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിക്കൊണ്ട് റിക്വയർമെൻറ്റ് ഗ്യാദർ ചെയ്യുക. അതാണ് കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്താണ് പ്ലാനിങ് എന്ന് കറക്റ്റായിട്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും പ്ലാനിങ്ങിൻ്റെ വാട്ടർഫാൾ മോഡലിൽ പ്ലാനിങ്ങിൻ്റെ എന്ന് പറയുമ്പോൾ 3 സ്റ്റെപ്പുകളാണ്. എസ്റ്റിമേറ്റിംഗ് ഉണ്ട്, ഷെഡ്യൂളിംഗ് ഉണ്ട്, ട്രാക്കിംഗ് ഉണ്ട്. അതായത് ഒരു വർക്കിൻ്റെ ഏകദേശ ടൈമിങ്, ഏകദേശം എത്ര കോസ്റ്റ് വരും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എസ്റ്റിമേറ്റ് ചെയ്യുക. അതുപോലെ ടൈം ഷെഡ്യൂൾ ചെയ്യുക. ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ആണെങ്കിൽ എത്രത്തോളം ടൈമിങ് വേണം, അല്ലെങ്കിൽ ഒരു വർക്ക് തന്നു കഴിഞ്ഞാൽ ആ വർക്ക് തിരിച്ച് ഡെലിവർ ചെയ്യണമെങ്കിൽ അതിനടുത്തൊരു ഡ്യൂറേഷൻ, പിന്നെ അതിൻ്റെ ഒരു ഫ്ലോ എങ്ങനെയൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കലാണ് രണ്ടാമത്തെ സ്റ്റേജായ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഇത് വാട്ടർഫാൾ മോഡൽ ചോദിച്ചു ആദ്യം തന്നെ ഈ ചിത്രം നന്നായി ഇതുപോലെ വരച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് അറിയോ അറിയില്ല എന്നുള്ള ഇതിൽ തന്നെ മനസ്സിലാക്കും. കാരണം എഴുതി കഴിഞ്ഞാൽ ഇത് പറയാനൊരു പ്രയാസവും ഇല്ല. പിന്നെ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റേജായ മോഡലിംഗ് ആണ്. മോഡലിങ്ങിൽ നമ്മൾ കിട്ടിക്കഴിഞ്ഞ റിക്വയർമെൻറ്റ്സ് എല്ലാം വെച്ചുകൊണ്ട് ഒരു ഫോം ഡിസൈൻ ചെയ്യലാണ്. അതൊരു ആർക്കിടെക്ചറൽ മോഡലിലാവാം, അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഡിസൈൻ, കോംപ്ലിക്കേറ്റഡ് ആയ ഡിസൈൻ ആവാം, എങ്ങനെയാവാം, അത് ഡിസൈൻ ചെയ്യലാണ് മോഡലിംഗ്. അതായത് റിക്വയർമെൻറ്റ് ഗ്യാദറിങ് വഴി റിക്വയർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ റിക്വയർമെൻറ്റിൻ്റെ അനാലിസിസ് നടത്തി ആവശ്യാനുസരണം ഡിസൈൻ ചെയ്യലാണ് മൂന്നാമത്തെ സ്റ്റേജ്. നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ കൺസ്ട്രക്ഷനാണ്. നമുക്ക് ഡിസൈൻ ചെയ്യപ്പെട്ട ആ ഒരു രൂപത്തിനെ അത് കോഡിലോട്ട് മാറ്റുക, അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലോട്ട് മാറ്റലാണ് നാലാമത്തെ സ്റ്റേജ്. കോഡ് ജനറേഷനും ടെസ്റ്റിങ്ങും. കോഡ് ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണോ നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പ്രോഗ്രാമിൽ തെറ്റുകൾ സ്വാഭാവികമാണ്. അത് തെറ്റുകൾ മനസ്സിലാക്കലാണ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. തെറ്റുകൾ മനസ്സിലാക്കി ആവശ്യാനുസരണം ആ തെറ്റുകൾ ഒഴിവാക്കലാണ്, അതായത് ടെസ്റ്റിംഗ്. അല്ലെങ്കിൽ ഡീബഗ്ഗിങ് എന്ന് പറയുക. ഡീബഗ്ഗിങ് എന്ന് പറഞ്ഞാൽ ബഗ് എന്ന് പറഞ്ഞാൽ എറേഴ്സാണ്, ബഗ്ഗിനെ ഒഴിവാക്കുക, ഡീബഗ്ഗിങ്. അതാണ് നാലാമത്തെ സ്റ്റേജ്. അഞ്ചാമത്തെ സ്റ്റേജ് പറയുമ്പോൾ ഡിപ്ലോയ്മെൻ്റ് ആണ്. അതിൽ പറയുന്ന ഡെലിവറി, സപ്പോർട്ട് ആൻഡ് ഫീഡ്ബാക്ക്. ഡിപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ആയതോ അല്ലെങ്കിൽ പാർഷ്യലായി കംപ്ലീറ്റ് ആയതോ ആയ വർക്ക് അല്ലെങ്കിൽ പ്രൊജക്റ്റിനെ കസ്റ്റമറിന് ഡെലിവർ ചെയ്യലാണ് ഡിപ്ലോയ്മെൻറ്റ്. അതിനനുസരിച്ച് കസ്റ്റമറിൻ്റെ ഭാഗത്തു നിന്ന് ഫീഡ്ബാക്ക് ഉണ്ട്. ഇവാലുവേഷൻ വഴി കസ്റ്റമർ എന്ത് ചെയ്യും, ഫീഡ്ബാക്ക് നൽകും. അതാണ് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതാണ് മെയിനായിട്ടുള്ള 5 സ്റ്റേജുകൾ. വാട്ടർഫാൾ മോഡലിന് മറ്റൊരു പേര് കൂടി ഉണ്ട്, ക്ലാസിക് ലൈഫ് സൈക്കിൾ മോഡൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുൻകാലഘട്ടത്തിൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് 2 തരത്തിൽ വാട്ടർഫാൾ മോഡൽ പഠിക്കാനുണ്ടായിരുന്നു. അത് ഓരോരോ ടെക്സ്റ്റ് ബുക്കിൻ്റെ റെഫറൻസിനനുസരിച്ച് മാറ്റങ്ങളുണ്ട്. നിങ്ങൾ മുന്നത്തെ സിലബസ് ഇത് പറഞ്ഞത് ഈ ബുക്കല്ല ഫോക്കസ് ചെയ്തിരുന്നത്, പക്ഷേ അതിൽ വേറെ ടൈപ്പാണ് പറയുന്നത്. അതിൽ ക്ലാസിക് വാട്ടർഫാൾ മോഡലുമുണ്ട്, ഇറ്ററേഷൻ വാട്ടർഫാൾ മോഡലുണ്ട്. അത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന സ്റ്റേജുകൾ. അതേസമയം നമുക്ക് ക്ലാസിക്കലേ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാട്ടർഫാൾ മോഡലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് പറയാം, ഇറ്റ് സംടൈംസ് കോൾഡ് ക്ലാസിക് ലൈഫ് സൈക്കിൾ മോഡൽ എന്ന് പറയാം. ഇത് ശരിക്കും പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് മാനറിലാണ് ഓരോ സ്റ്റേജുകളും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സീക്വൻഷ്യൽ മോഡലിലാണ് അല്ലെങ്കിൽ ലീനിയർ മോഡലിലാണ്. ഒന്ന് കഴിഞ്ഞ് അടുത്തത് അങ്ങനെ ആ ഒരു ഓർഡറിലാണ്. അതിലൊരിക്കലും തിരിച്ച് ബാക്കിലോട്ട് പോക്കോ അല്ലെങ്കിൽ ഒരു ഇവല്യൂഷണറി അപ്രോച്ചോ ഇറ്ററേറ്റീവ് അപ്രോച്ചോ ഒന്നും തന്നെ ഇല്ല. കമ്മ്യൂണിക്കേഷൻ നിന്ന് പ്ലാനിങ് കഴിഞ്ഞാൽ മോഡലിംഗ് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ, ദെൻ ഡിപ്ലോയ്മെൻറ്റ്. ആ ഒരു
ഓർഡറിൽ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം സിസ്റ്റമാറ്റിക് സീക്വൻഷ്യൽ അപ്രോച്ചാണ് വാട്ടർഫാൾ മോഡലുള്ളത് എന്ന് പറയാം. പിന്നെ വർക്ക് ഫ്ലോ എന്നുള്ള ഞാൻ മുന്നേ പറഞ്ഞതാണ്. വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്കുള്ള ഫ്ലോയാണ്, പ്രോസസ് ഫ്ലോയെയാണ് വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. അതിൻ്റെ വർക്ക് ഫ്ലോ എന്താണ്? സ്റ്റാർട്ടിങ് കമ്മ്യൂണിക്കേഷനും എൻഡിങ് ഡിപ്ലോയ്മെൻറ്റും ആണ്. അതാണ് ഈ വാട്ടർഫാൾ മോഡലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത്രയും ഇതിൽ പറയാനുള്ളൂ വാട്ടർഫാൾ മോഡലിനെ കുറിച്ച്. ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ 5 സ്റ്റേജ് എഴുതിയാൽ തന്നെ വലിയൊരു എസ്സേക്കുള്ള അത്രയും ഉണ്ട്. അപ്പോൾ മനസ്സിലായി എന്ന് കരുതണു. എന്തെങ്കിലും ബുദ്ധിമുട്ട് മനസ്സിലാകാത്തുണ്ടെങ്കിൽ ചോദിക്കുക.